നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ അടിപൊളി നെയ്റോസ്റ്റും ചമ്മന്തിയും ഇതിൻ്റെ കൂടെ ഞാൻ കൂട്ടായിട്ട് കഴിക്കുന്നത് ചമ്മന്തി മാത്രമല്ല കേട്ടോ, നല്ല അടിപൊളി കൊള്ളിഷ്ടം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ മാവ് ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. എന്തായാലും നമ്മൾ ഇഡ്ഡലി റൈസാണ് എടുത്തിട്ടുള്ളത്. നാട്ടിലെ പച്ചരി ഇവിടെ കിട്ടുന്നത് എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഒരു കപ്പ് നല്ല അടിപൊളി ഇഡ്ഡലി റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഈ ചനാഡാല കേട്ടോ. ഈ ചനാഡാല ഏതാണ്ട് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉഴുന്ന് 1/2 കപ്പ്, ഒരു 1/2 ടീസ്പൂണ് ഉലുവ. ഇതെല്ലാം കൂടി 6 മണിക്കൂർ പുറത്ത് വെച്ച് കുതിർത്തതാണ്. 2 മണിക്കൂർ ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട്. യുഎയിലൊക്കെ തണുപ്പ് കാലമായി കഴിഞ്ഞാൽ മാവ് പൊന്തി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നല്ലപോലെ അരച്ചെടുക്കുക. ഒരു തരി പോലും ഇല്ലാണ്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പൊന്തി കിട്ടൂട്ടാ. സംഭവം നമ്മൾ അരയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് വെള്ളവിൽ കുത്തിയതോ ചോറൊക്കെ ചേർക്കാം. പക്ഷെ ഞാൻ ഇത്തവണ അതൊന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ദോശ കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ നെയ്യൊക്കെ മേലെ ഒഴിച്ചിട്ടുണ്ട്. വല്ലാണ്ട് ക്രിസ്പിയായിട്ട് മുരിഞ്ഞ് വരുന്ന ദോശ എനിക്ക് അത്ര താല്പര്യമില്ല. ഒരു മീഡിയം ഇതിൽ മുരിഞ്ഞ് വരുന്നത് ഇഷ്ടമുള്ളൂ കേട്ടോ. സംഭവം സെറ്റായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല കാസ്റ്റൈൻ്റെ ദോശ തവയിലാണ്. നമ്മൾ അപ്പച്ചട്ടി വാങ്ങിച്ചിട്ടുള്ള ഭൂമിയുമായി മൂണിക്കയുടെ പേജിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ ദോശച്ചട്ടി. കാസ്റ്റൈൻ്റെ ദോശച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാധീന ദോശയ്ക്ക്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.